ബാബു ചേച്ചി രാവിലെ ഫയറിലാണല്ലോ അളിയാ. ആന്റി ഇതിനാണത് പച്ചക്കറി മേളേ കൊറേ ഉണ്ടല്ലോ. അളിയാ, ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് വർക്കൗട്ടൊക്കെ ചെയ്തോണ്ടിരുന്ന സമയത്ത് കറക്റ്റ് പച്ചക്കറി വേവിച്ച് കഴിക്കുമായിരുന്നു. ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അതുപോലെ 1 കപ്പ് ചോറ്, പിന്നെ മീൻ മാക്സിമം കഴിക്കും, പിന്നെ മീറ്റ് ആഴ്ചയിൽ 1 ദിവസം. അതായിരുന്നു എന്റെ റുട്ടീൻ. അങ്ങനാണെങ്കിൽ അളിയന്റെ ഡയറ്റിംഗ് പ്ലാൻ നമ്മൾ പിന്നെയും തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇപ്പൊ എന്തായാലും നമ്മൾ എക്സസൈസ് ഒക്കെ തുടങ്ങിയിട്ട് 1 ആഴ്ച ആയല്ലേ. കുറ്റം പറയാൻ പറ്റില്ല കേട്ടാ, ഓടുന്നുണ്ടാന്ന് തോന്നലയാ, കാലിനൊക്കെ നല്ല ഉറപ്പും. അതുപോലെ നമ്മൾ അപ്പർ ബോഡി കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ കറക്റ്റ് മസിൽ തിരിഞ്ഞ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഇപ്പൊ ചെസ്റ്റിനാണെങ്കിൽ ചെസ്റ്റിന് കറക്റ്റ്, ഷോൾഡറിനാണെങ്കിൽ ഷോൾഡർ, ലെഗ്സിനാണ് ലെഗ്സിന്, പിന്നെ ആപ്സ്. നിന്റെ ബോഡി മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാനുണ്ട്. നല്ലൊരു മേക്ക് ഓവർ നിനക്ക് ആവശ്യമാണ്. അതുപോലെ ലെക്ചസേ, എന്റെ ഒരു പഴയ കഥ അറിയാമോ? 2020 തോന്നുന്നു, ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് 1 വർഷം വർക്കൗട്ടിന് പോയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജിമ്മിൽ ഞാൻ പെടച്ച് കിടന്ന് അങ്ങോട്ട് വർക്കൗട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ കണ്ണാടി നോക്കിക്കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, കറക്റ്റ് 6 പാക്ക് ഇങ്ങനെ കറക്റ്റ് വയറിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക മിററില്. ഒറ്റ ദിവസം കൊണ്ടല്ല, 1 വർഷം കൊണ്ട് ട്രെയിൻ ചെയ്തിട്ട്. അപ്പൊ കണ്ണാടി ഇങ്ങനെ നോക്കുക. അപ്പൊ ട്രെയിനർ എന്റെ അടുത്ത് ചോദിച്ചു, നീ എന്തുകൊണ്ട് കോമ്പറ്റീഷൻ ഇറങ്ങുന്നില്ല? ഇറങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കപ്പ് തൂക്കത്തില്ലടാ. ചായ കപ്പും തൂക്കും. എന്റെ പൊന്നു സിദ്ധു, നിനക്ക് ഏത് കാലത്താണ് 6 പാക്കും ഈ പറഞ്ഞ മസിൽസ് ഒക്കെ വന്നേക്കുന്നത്? ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ വിളിക്കുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ ലച്ചു ഞാൻ മന്തി കഴിക്കാൻ പോവാ, അല്ലെങ്കിൽ അവിടെ പോവാ, ഇവിടെ പോവാ, ഫുൾ ഫുഡ് അടിയായിരുന്നു. കേശവേ, നീ എത്ര മിനിറ്റ് ഇങ്ങനെ നിക്കോടാ? ഒരു 1-2 മിനിറ്റ്. അത്ര ഉള്ളോ? ഞാനൊരു 15 മിനിറ്റ് വരെയൊക്കെ പിടിക്കും. 15 മിനിറ്റ് വരെ. ഒരു 5 മിനിറ്റ് ഇപ്പോഴല്ല, പണ്ട് വർക്കൗട്ട് ചെയ്തോണ്ടിരുന്നപ്പോ. എനിക്ക് നിങ്ങളോട് എക്സസൈസ് ചെയ്യാൻ ജോയിൻ ചെയ്യണം. കുറെ നാളായി മേലൊക്കെ അനങ്ങി. நம்ம கௌரி இருக்கால, ரொம்ப சூப்பர் தான். அவளுக்கு கராட்டே தெரியும், களரி தெரியும், நல்லா ஃபைட் கூட செய்வா. ആരായിരുന്നു അമ്മായിയുടെ ട്രെയിനർ? അതെന്റെ ഒരു ഫ്രണ്ട് ചേട്ടൻ. ചേട്ടനാണ്. ഈ ചേട്ടൻ നാഷണലോ അതോ ഇന്റർനാഷണലോ? അങ്ങനെയൊന്നുമില്ല സിദ്ധുവേ, കായംകുളത്തൊരു കുഞ്ഞു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലോക്കൽ സെറ്റപ്പ് അല്ലേ? ലച്ചുസേ, എന്റെ ട്രെയിനർ ഉണ്ടല്ലോ യൂറോപ്പില്, അവിടെ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന ആളായിരുന്നു. അതായത് ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ ഇറങ്ങുന്ന ആൾ. എന്തായാലും എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നത് നല്ലതാ, എന്നാലേ രക്തോട്ടം ഉണ്ടാവത്തുള്ളൂ. അമ്മ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞു ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും കൂടെ നാളെ പോലെ എക്സസൈസ് തുടങ്ങിക്കളയാം. എന്താണ്? യെസ്. ഓ, ഞാനില്ല. ഈ പരിപാടി എത്ര തവണ ഇവിടെ തുടങ്ങിയതാണ്. എന്നിട്ട് ആദ്യത്തെ 5-6 ദിവസം ഈ ശുഷ്കാന്തി കാണും, പിന്നെ ഓരോരുത്തരും ഓരോ സൈഡാവും. ഞാൻ പറയല്ലേ ലച്ചേച്ചി, വായിച്ചൊരു മിണ്ടായി. யார் இருந்தாலும் சரி, இருக்கலைனாலும் சரி, எனக்கு எக்ஸசைஸ் செய்யணும். நான் இருப்பேன் எக்ஸசைஸ்க்கு. സിധു, നീ എല്ലാമേ சொல்லி കൊടുക്കണം. എന്നാ പിന്നെ ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. എനിക്കും എക്സർസൈസ് ചെയ്യണം. അമ്മമ്മ എവിടെ വരാൻ പോണെന്ന്? എക്സർസൈസും നിങ്ങളുടെ കൂടെ. നാരായണ നാരായണ. ഹലോ, ഞാനേ ഉച്ചക്ക് കറക്റ്റ് ഫുഡായിരുന്നു. ഒരു 2 തവി ചോറ്, അതിനനുസരിച്ച് പച്ചക്കറി. പച്ചക്കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അങ്ങ് ദുബായില് അവിടെ ടോപ്പ് ക്വാളിറ്റി സാധനം കിട്ടത്തുള്ളടാ. ഇവിടെ കിട്ടുന്നതൊക്കെ ഈ മരുന്നടിച്ചല്ലേ. അവിടെ പിന്നെ മരുന്നടിക്കാത്തായിരിക്കും. അല്ല, അവിടെ നല്ല സാധനം കിട്ടും. ശരി ശരി, ഇവിടെ മരുന്നടിക്കാത്തൊക്കെ കിട്ടും കേട്ടാ. അല്ലയാ, നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണോടാ. ഞാൻ ദുബായിലായിരുന്ന സമയത്തെ 3 ലിറ്റർ വെള്ളം കുടിക്കുമായിരുന്നു. സത്യമാടാ, 3 ലിറ്റർ ദുബായില് ദിവസേന. ഇവിടെ കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുടിക്കണം. പ്രത്യേകിച്ച് നാരങ്ങ വെള്ളം. ദുബായിൽ നാരങ്ങ വെള്ളം കിട്ടുമെന്ന് അറിയാം, എന്നാലും ഇവിടുത്തെ നാരങ്ങ വെള്ളം കുടിക്കാം. പുഷപ്പടിച്ചാലോ നമുക്ക്? അതെങ്ങനെ മനസ്സിലായി? ഞാൻ അതിലോട്ടാണ് പോകുന്നത്. നിന്റെ ആ ഒരു വശം കണ്ടപ്പോഴേ അടി എടാ, കൈ കറക്റ്റ് ആയിട്ട് വെച്ചടി, എന്നാലേ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ മസിലിന്. പോട്ടെ. ഇനി തിരിച്ച് പുഷ്.
പുഷ് എന്താ പുഷ് കേശു പുഷ് പുഷ് കേശു പുഷ് പുഷ് കൊല്ലാൻ നോക്കണോ അളിയാടാ തിരിച്ച് പുഷ് ചെയ്യണം എന്നും പറഞ്ഞോണ്ട് വെച്ചൊക്കെ തേക്കാണ്. പക്ഷേ എടാ ചെയ്യണ്ടേ ഇതൊക്കെ. ലച്ചൂസേ ലച്ചൂസോട് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അമ്മായി ദുബായിലായിരുന്നപ്പോ ഞാൻ പുഷപ്പ് പഠിക്കുമ്പോ എക്സ്ട്രാ ഒരു 30 കിലോ കൊടുത്ത് പുറകിൽ അങ്ങ് കെട്ടി വെക്കുമായിരുന്നു. എന്നിട്ട് വർക്കൗട്ട് ചെയ്യും. അളയെ സ്വന്തമായിട്ട് എടുത്ത് കെട്ടി വയ്ക്കുമായിരിക്കും അല്ലേ? സ്വന്തമായിട്ടല്ല, ട്രെയിനർ അടുത്ത് പുറത്ത് കെട്ടി വെച്ചു തരും. 30 കിലോ എന്ന് പറഞ്ഞാൽ കൂടുതലല്ലേ അത്? കുറച്ചുകൂടെ. അതിന് 30 കിലോയുടെ തൂക്കം മോക്ക് അറിയാവോ? ഇവിടെ 1 കിലോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ ഞാൻ തൂക്കി നോക്കിയിട്ടുണ്ട്. അളയാ ശരി സമ്മതിച്ച്. അളയാൻ 10-30 കിലോ ഒക്കെ പുറത്ത് കയറ്റി വെച്ചടിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെസ്റ്റിന് എങ്ങനെയാണ് അടിക്കാറ്? ഒരു 500 കിലോ വെച്ചിട്ടാണ്. ജസ്റ്റിന് 500 കിലോ വെച്ചിട്ട് കൂടുതലല്ലടാ. ഒരു 200, 210, 215, 225 ഒക്കെ വെച്ച് അടിക്കാറ്. എന്റെ പൊന്നോ, ഇത്രയും വെയിറ്റോ? എന്നാലല്ലേ പിടിക്കത്തുള്ളൂ. ഈ കിടന്ന് കാണിക്കുന്ന എനിക്ക് തീരെ പിടിക്കുന്നില്ല. രാവിലെ ഒരു സെക്ഷൻ വർക്കൗട്ട് കഴിഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് വൈകുന്നേരം കിടന്ന് കസർത്ത് കാണിക്കുന്നത്? ചേച്ചി ഞങ്ങള് അങ്ങനെയാണ്, ബോഡി ട്രെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മള് ഡോണ്ട് ക്വിറ്റ് അതേപോലെയാണ്. എപ്പോഴും ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് മാനസിക പ്രശ്നമാണ്.